നമസ്കാരം. ഇന്ന് 2024 സെപ്റ്റംബർ 5 വ്യാഴം. ദേശാഭിമാനി മുഖപ്രസംഗം. അവതരണം രമ്യ മനോജ്. ഓണത്തിനും കേരളത്തോട് രാഷ്ട്രീയ പകപോക്കൽ. മലയാളികൾ ഒന്നടങ്കം ആഘോഷിക്കുന്ന കേരളത്തിന്റെ ദേശീയ ഉത്സവമാണ് തിരുവോണം. എല്ലാവർക്കും അല്ലലില്ലാതെ ഓണം ആഘോഷിക്കാൻ സാധ്യമായ എല്ലാം ചെയ്യുക എന്നതാണ് സംസ്ഥാനത്തിന്റെ സവിശേഷത. ഈ ഓണക്കാലത്തും എല്ലാ വിഭാഗം ജനങ്ങൾക്കും ആശ്വാസം എത്തിക്കാൻ LDF സർക്കാർ വലിയ മുൻഗണന നൽകുന്നു. 64 ലക്ഷം പേർക്ക് ക്ഷേമ പെൻഷനും 6 ലക്ഷം പേർക്ക് ഓണക്കിറ്റും നൽകും. വിലക്കയറ്റം പിടിച്ചു നിർത്താൻ ഭക്ഷ്യ പൊതുവിതരണ സഹകരണ വകുപ്പുകൾ ഓണം സൂപ്പർ മാർക്കറ്റുകളും ഓണച്ചന്തകളും ആരംഭിക്കുന്നു. കൃഷി വകുപ്പും കുടുംബശ്രീയും പച്ചക്കറി വിപണന രംഗത്ത് സജീവമായി ഇടപെടുന്നു. അർഹതപ്പെട്ട സർക്കാർ പൊതുമേഖലാ ജീവനക്കാർക്ക് ബോണസും ഓണം അലവൻസും അനുവദിക്കും. ഓണച്ചെലവുകളുമായി ബന്ധപ്പെട്ട വൻതുകയാണ് സർക്കാരിന് കണ്ടെത്തേണ്ടത്. ഈ ബാധ്യത നേരിടാനായി വിവിധ ഇനങ്ങളിലെ കുടിശ്ശിക അനുവദിക്കാനും അംഗീകരിച്ച വായ്പയെടുക്കാൻ അനുമതിപത്രം നൽകണമെന്നാവശ്യപ്പെട്ടും കേന്ദ്ര സർക്കാരിന് സംസ്ഥാന സർക്കാർ പ്രത്യേക നിവേദനം നൽകിയിരുന്നു. കേരളത്തിന്റെ ആവശ്യങ്ങളിൽ അനുകൂലമായ തീരുമാനമെടുക്കാതെ ഓണത്തോടനുബന്ധിച്ച് അർഹതപ്പെട്ടവർക്ക് സഹായങ്ങളും ആനുകൂല്യങ്ങളും നൽകുന്നത് തടസ്സപ്പെടുത്താനാണ് കേന്ദ്രം ശ്രമിക്കുന്നത്. സംസ്ഥാനത്തിന് നിയമാനുസൃതം ലഭിക്കേണ്ട നികുതി വിഹിതവും പദ്ധതി വിഹിതവും ഗ്രാന്റുകളും വെട്ടിക്കുറച്ചും തടഞ്ഞുവെച്ചും കഴിഞ്ഞ വർഷങ്ങളിൽ തുടർന്ന കേരള വിരുദ്ധ സമീപനമാണ് ഇക്കുറിയും കേന്ദ്രത്തിന്റേത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കി മലയാളികളുടെ ഓണാഘോഷത്തിന്റെ നിറം കെടുത്താനാണ് മോദി സർക്കാരിന്റെ ശ്രമം. തദ്ദേശ സ്ഥാപനങ്ങൾക്കും ആരോഗ്യ മേഖലയ്ക്കും മുൻ സാമ്പത്തിക വർഷത്തെ ഗ്രാന്റിനത്തിൽ 1238 കോടി രൂപ കേരളത്തിന് ലഭിക്കാനുണ്ട്. ഇതിനു പുറമെ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പാക്കുന്നതിന് സംസ്ഥാനം മുൻകൂട്ടി ചെലവഴിച്ച കേന്ദ്രവിഹിതം ഉൾപ്പെടെ കോടിക്കണക്കിന് രൂപയും കുടിശ്ശികയാണ്. കോളേജ് അധ്യാപകർക്ക് UGC ശമ്പള പരിഷ്കരണം നടപ്പാക്കിയതിന് മുൻ വർഷങ്ങളിൽ കേന്ദ്രം നൽകേണ്ടിയിരുന്ന 750 കോടി രൂപ തടഞ്ഞുവെച്ചു. കേന്ദ്ര സമീപനം മൂലമുണ്ടായ പണഞ്ഞെരുക്കത്തിനിടയിലും വികസന ക്ഷേമ പദ്ധതികളിൽ നിന്നും സർക്കാർ പിന്നോട്ടു പോകുന്നില്ല. കേരളത്തെ ക്ഷേമ സമൂഹമാക്കി മാറ്റാനാണ് LDF സർക്കാർ ശ്രമിക്കുന്നത്. കഴിഞ്ഞ 8 വർഷത്തെ പ്രവർത്തനങ്ങൾ ഇതിന് ഉദാഹരണമാണ്. മറ്റേതു സംസ്ഥാനത്തും ഇല്ലാത്തത്ര വിപുലമായ രീതിയിൽ ക്ഷേമ പെൻഷനുകൾ നടപ്പാക്കി. രാജ്യത്തിനും ലോകത്തിനും മാതൃകയാകുന്ന രീതിയിലുള്ള നിരവധി പദ്ധതികളിലൂടെ നവകേരളം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾക്ക് പ്രധാന വെല്ലുവിളിയാകുന്നത് കേന്ദ്ര സർക്കാരിന്റെ നയ സമീപനങ്ങളാണ്. സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങളൊന്നും അംഗീകരിക്കുന്നില്ലെന്ന് മാത്രമല്ല, അർഹതപ്പെട്ട നികുതി വിഹിതം നിഷേധിക്കുന്നതിനൊപ്പം കടമെടുപ്പ് പരിധിയും വെട്ടിച്ചുരുക്കുന്നു. 15ാം ധനകമ്മീഷന്റെ ശുപാർശ പ്രകാരം ആഭ്യന്തര വരുമാനത്തിന്റെ 3% നിബന്ധനകളൊന്നുമില്ലാതെ വായ്പ എടുക്കാവുന്നതാണ്. എന്നാൽ കിഫ്ബി പോലുള്ള പ്രത്യേക ഉദ്ദേശത്തോടെയുള്ള സ്വതന്ത്ര സ്ഥാപനങ്ങൾ എടുക്കുന്ന വായ്പയും ട്രഷറി നിക്ഷേപങ്ങൾ പോലും വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തി 2021-22 മുതൽ കടമെടുപ്പ് മുൻകാല പ്രാബല്യത്തോടെ കേന്ദ്രം വെട്ടിക്കുറച്ചു. കേന്ദ്രം പ്രഖ്യാപിച്ച ദേശീയപാത 66ന്റെ വികസനത്തിനായി ഭൂമി ഏറ്റെടുക്കാൻ ചെലവഴിച്ച 5854 കോടി രൂപയും കൊച്ചി ബാംഗ്ലൂരു വ്യവസായ ഇടനാഴിയുടെ ഭാഗമായുള്ള പാലക്കാട് വ്യവസായ പാർക്കിന്റെ ഭൂമി ഏറ്റെടുക്കലിനടക്കം ചെലവഴിച്ച 1790 കോടി രൂപയും വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തി. കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം കേന്ദ്ര നികുതി വിഹിതം, വിവിധ ഗ്രാന്റുകൾ, GST നഷ്ടപരിഹാരം, വായ്പാ വെട്ടിക്കുറവ് തുടങ്ങിയ ഇനങ്ങളിൽ 57,000 കോടി രൂപ നഷ്ടമായി. നടപ്പ് സാമ്പത്തിക വർഷവും ഇതേ സ്ഥിതിയാണ് നേരിടുന്നത്. കേരളം ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക ഞെരുക്കം കേന്ദ്ര സർക്കാർ സൃഷ്ടിയാണെന്ന് ഒറ്റനോട്ടത്തിൽ മനസ്സിലാകും. എല്ലാ സംസ്ഥാനങ്ങളുടെയും ശരാശരി റവന്യൂ വരുമാനത്തിന്റെ 57% തനത് വരുമാനവും 43% കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള കൈമാറ്റവുമാണ്. എന്നാൽ കേരളത്തെ സംബന്ധിച്ച് തനത് വരുമാനം 73%വും കേന്ദ്ര വിഹിതം 27%വും മാത്രമാണ്. നടപ്പ് സാമ്പത്തിക വർഷം കേന്ദ്ര വിഹിതം വീണ്ടും കുറഞ്ഞിരിക്കുകയാണ്. മോദി സർക്കാർ അധികാരത്തിൽ വന്നതു മുതൽ തികഞ്ഞ ശത്രുതാ മനോഭാവത്തോടെയാണ് മലയാളികളെ കടന്നാക്രമിക്കുന്നത്. ആർക്കും അല്ലലില്ലാതിരുന്ന കാലത്തെ പ്രതിദാനം ചെയ്തിരുന്ന മാവേലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയ വാമനനെ സ്മരിക്കുന്ന ആഘോഷമാക്കി ഓണത്തെ മാറ്റുന്ന BJPയിൽ നിന്നും തിരുവോണ നാളുകളിൽ പോലും നന്മ പ്രതീക്ഷിക്കാൻ മലയാളികൾക്ക് കഴിയുന്നില്ലെന്നാണ് മോദി സർക്കാരിന്റെ നിലപാടുകൾ വ്യക്തമാക്കുന്നത്. ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.